ഹായ്, വെൽക്കം ടു ദ റസ്നാസ് വേൾഡ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ ദിവസം 2 നെക്ക് ചെയ്തായിരുന്നു. ഒരു യു നെക്കും ഒരു റൗണ്ട് നെക്കും ചെയ്തായിരുന്നു. അതിൻ്റെ വരുന്ന വേരിയേഷൻസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് വേറെ 2 നെക്കും കൂടെ നോക്കാം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു സ്ക്വയർ നെക്കും ഒരു ഡയമണ്ട് നെക്കുമാണ്. അപ്പോൾ സ്ക്വയർ നെക്ക് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പം ഒരു പേപ്പറിലാണ് ചെയ്യുന്നത്. ക്യാൻവാസിലല്ല ചെയ്യുന്നത്, പേപ്പറിലാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്വയർ നെക്ക് നമ്മൾ കട്ട് ചെയ്യും. സ്ക്വയർ നെക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡയറക്റ്റ്, ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലും, ഡയറക്റ്റ് നമ്മുടെ നെക്കിൻ്റെ അതേ അളവല്ല നമ്മൾ ഒരിക്കലും ക്യാൻവാസിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നെക്കിൻ്റെ, അതായത് നെക്കിൻ്റെ അളവ് 6.5 ഇഞ്ചാണ് വരുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 6.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 3.25 ഇഞ്ചാണ് അതിൻ്റെ ഹാഫ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, 3.25 ഇഞ്ച് ഡയറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. അതിൽ നിന്ന് 1/4 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് 6 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം വേണ്ടതെങ്കിൽ അതിൻ്റെ കൂടെ ഹാഫ് ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് കുറഞ്ഞോളും. അപ്പോൾ നമുക്ക് കറക്റ്റ് 6 ഇഞ്ചിലേക്ക് നമ്മുടെ നെക്കിൻ്റെ അളവ് വരും. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ താഴെ, അതായത് നമുക്ക് മുകളിൽ 3 ഇഞ്ചാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ താഴെ നമ്മൾ ഡയറക്റ്റ് 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്ക് എന്തായി മാറും? അത് വൈഡായിട്ട് മാറും. അപ്പോൾ നമ്മുടെ അടിഭാഗത്ത് നമുക്ക് കംഫർട്ടബിൾ ആവില്ല. അവിടെ ഇങ്ങനെ മലന്നതുപോലെ ഇരിക്കും. അപ്പം നമുക്കത് അങ്ങനെ നമുക്ക് ഒരിക്കലും സ്ക്വയർ നെക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ലെങ്ത്ത്, അതായത് ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് ഒക്കെയാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ താഴത്തേക്ക് പോകും തോറും നമ്മുടെ കഴുത്തിന് ഇറക്കം കൂടുന്തോറും നമ്മൾ അതിൻ്റെ അകലം കുറച്ച് കൊടുക്കേണ്ടത് മസ്റ്റാണ്. അപ്പോൾ താഴെ നമുക്ക് 3 ഇഞ്ച് അല്ല അടയാളപ്പെടുത്തേണ്ടത്. അതിൽ നിന്നും 1/4 ഇഞ്ച് കുറയ്ച്ച് എത്ര, 2.25, അല്ലെങ്കിൽ 1/2 ഇഞ്ച് കുറച്ച് 2.5. 2.5യും 2.25 ഏതായാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ രണ്ടും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പം 2.25 ഇഞ്ചിൽ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് 2.5 ഇഞ്ചിലും ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം 2.25 ഇഞ്ചിലൊരു മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? മേളിൽ നമ്മൾ 3 മാർക്ക് ചെയ്ത ആ ഭാഗം തൊട്ട് താഴത്തേക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുമ്പ് നമ്മൾ 1/2 ഇഞ്ച് മേളിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ 1/2 ഇഞ്ച് മസ്റ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം. ഇത് അടയാളപ്പെടുത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 3 ഇഞ്ച് മേളിൽ മാർക്ക് ചെയ്തു, താഴെ 2.25 ഇഞ്ചിലും മാർക്ക് ചെയ്തു. ഇനി നമുക്കത് രണ്ടും കൂടി അങ്ങ് വരച്ചു കൊടുക്കാം, ജോയിൻ ചെയ്ത് കൊടുക്കാം. മൂന്ന് ഇഞ്ചിൽ നമ്മൾ വരയ്ക്കരുത്, 2.25 ഇഞ്ചിൽ, അതായത് നമ്മൾ ചരിച്ച് വെച്ചിട്ട് സ്ട്രെയിറ്റ് അങ്ങ് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ നെക്ക് വരയ്ക്കേണ്ടത്. ഇനി നമ്മളത് 2.5 ഇഞ്ചിലേക്കാണ് മാറ്റുന്നതെങ്കിൽ അടുത്ത ഒരു 1/4 ഇഞ്ചിൻ്റെ കുറവും കൂടെ അവിടെ വരുമല്ലോ. ആ 2.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ മേളിൽ നിന്ന് ആ വര എന്ത് ചെയ്യണം? 2.5 ഇഞ്ചിലേക്ക് വരച്ചു കൊടുക്കണം. കൂടുതലും ഞാൻ പറയുന്നത് 2.5 ഇഞ്ച് ചെയ്താൽ മതി എന്നാണ്. 2.25 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 2.5 ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അതിനുശേഷം നമുക്കിപ്പം, ഞാൻ പറഞ്ഞല്ലോ, നെക്കിൻ്റെ ലെങ്ത്ത് കുറവാണെങ്കിൽ, ഇപ്പോൾ 4 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡയറക്റ്റ് ആ 3 ഇഞ്ച് തന്നെ താഴെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇറക്കം കൂടുന്തോറും നമ്മൾ വൈഡ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ ഓരോ ഇഞ്ച് വീതം സൈഡിൽ കൂടെ വരച്ചു കൊടുക്കണം, ഓരോ ഇഞ്ച് വീതം. അപ്പോൾ ഞാൻ 2.5 ചെയ്ത് കാണിച്ചു തരുന്നത്, 2.25 കട്ട് ചെയ്യുന്നത്, 2.5 കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഓരോ ഇഞ്ച് വീതം നമ്മൾ, ഇത് ക്യാൻവാസിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണേ. മേളിൽ ഞാൻ കൊടുത്തിരിക്കുന്ന 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്ന രീതിയിലൊക്കെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. തുടക്കക്കാർ മസ്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണം. അതിനുശേഷം നമുക്ക് നേരെ എല്ലാ പോയിൻറ്റ്സും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ നെക്ക് കട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോൾ ലെങ്ത്ത് കുറച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞു ആ സെയിം തന്നെ അങ്ങ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അല്ലാതെ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഫോളോ ചെയ്യണം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം.
കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും നേരെ അങ്ങ് കട്ട് ചെയ്യരുത്. ഞാൻ 1/2 ഇഞ്ച് മുകളിൽ കൊടുത്തിരിക്കുന്നത് അവിടെ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യണേ. എന്നാലേ ഉള്ളൂ നമുക്കത് ക്യാൻവാസ് പേപ്പർ നമ്മൾ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് തേക്കുമ്പോഴത്തേക്കും അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കഴുത്ത് അകലം പോകാതെ നല്ല രീതിക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇത് 2.5-ലാട്ടോ ചെയ്യുന്നത്, 2.25-ലല്ല. ഞാൻ അടിയിൽ 2.5-ലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 2.25-ലല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണേ. നമ്മൾ ആ വരയിൽ കൂടെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. മേളിൽ കൂടെ ഒരിക്കലും ആ മേൽഭാഗം കട്ട് ചെയ്ത് മാറ്റരുത്. അപ്പം അത്രയും ഭാഗം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ. കണ്ടോ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വരണം. നമുക്ക് മുകളിൽ നിന്നും കട്ട് ചെയ്യാം, താഴെ നിന്നും കട്ട് ചെയ്യാം. അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പം അതിൻ്റെ എഡ്ജ് വരുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്യുന്നത് ശരിയായി വരില്ല, അതോട്ട് കയറി അങ്ങ് പോകും. ഉണ്ടോ, ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ആ വരയിൽ കൂടെ അങ്ങ് കട്ട് ചെയ്ത് മുകളിൽ 1/2 ഇഞ്ച് നിർത്തിയിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാൻ. ആ 1/2 ഇഞ്ച് നിർത്തുന്നതിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വെച്ച് നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അകന്ന് പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇനി നമുക്ക് അടുത്തത് ഡയമണ്ട് നെക്ക്, അതും കൂടെ നോക്കാം. അതിൻ്റെ എഡ്ജ് ഒരു ചെറുതായിട്ട് ഇതാകാൻ കാരണം ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് കയറിപ്പോയതിൻ്റെതാണ്. ആ താഴ്ഭാഗം കുറച്ച് കയറിപ്പോയതുകൊണ്ടാണ് അവിടെ ചെറിയൊരു ഇതുപോലെ വന്നിരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. നല്ല മൂർച്ചയുള്ള കത്രികയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കൈ പോലും അറിയാതെ അങ്ങ് കട്ടായി പോവും. ഇനി നമുക്ക് ഡയമണ്ട് നെക്ക് ചെയ്യാം. ഇത് നമുക്ക് ഒരു 3 ഇഞ്ചിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മുകളിൽ ആദ്യം സ്ട്രെയിറ്റ് ഒന്ന് വരച്ച് കൊടുക്കണം. അത് ക്യാൻവാസ് പേപ്പറിൽ മസ്റ്റായിട്ട് നമ്മൾ വരച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം താഴത്തേക്ക് 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6.5 ഇഞ്ച് താഴത്തേക്കും വരച്ച് കൊടുക്കുന്നുണ്ട്. അത് സ്ട്രെയിറ്റ് നമുക്ക് വരയ്ക്കാം. അത് നമ്മൾ നേരെ ആ ലൈനങ്ങ് മുകളിൽ 3 ഇഞ്ച് താഴെയും 3 ഇഞ്ച് എന്നുള്ള രീതിക്ക് നേരെ അങ്ങ് വരച്ച് കൊടുത്തു. ഇപ്പോൾ ഒരു ബോക്സ് പോലെ ആയല്ലോ. പിന്നെ 1/2 ഇഞ്ച് ഞാൻ മസ്റ്റായിട്ടും പറഞ്ഞിട്ടുള്ള 1/2 ഇഞ്ച് അതും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതും നമുക്ക് നേരെ അങ്ങ് വരച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അത് 1/2 ഇഞ്ചാണ്, അത് ഓർക്കണേ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലും താഴെയും 3 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 6.5 ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കമാണ്. അതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെ നിന്ന് മുകളിലേക്കൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് എവിടെയാണോ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത് അവിടെ നമുക്ക് ആ പോയിന്റിൽ നിന്ന് നമുക്ക് നേരെ 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച്, ഈ 2 ഓപ്ഷൻ ഇവിടെയും ഉണ്ട്. ഒന്നല്ലെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ഒരു ഡയമണ്ട് ലുക്ക് വരണമെങ്കിൽ 1 ഇഞ്ചും, അത്രയ്ക്കും വൈഡായിട്ടുള്ള ഡയമണ്ട് നെക്ക് വേണ്ടെങ്കിൽ 3/4 ഇഞ്ചും. ഇത് രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 3/4 ഇഞ്ചിലും 1 ഇഞ്ചിലും ചെയ്യുന്നത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ 3/4 ഇഞ്ചിൽ ആദ്യം ഒരു വര വരയ്ക്കാം. ആ സ്ട്രെയിറ്റ് നമ്മളവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് വരച്ച് കൊടുക്കണേ. ഇതിപ്പോൾ 3/4 ഇഞ്ചുണ്ട്, 1 ഇഞ്ചുണ്ട്. അതുകൊണ്ട് നേരെ വരച്ച് കൊടുത്തതിന് ശേഷം ഇനി ശ്രദ്ധിക്കണേ, നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും കർവ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ചെറുത് കണ്ടില്ല, അതുകൊണ്ടാണ് വലുതെടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം
മേളിലത്തെ ആ പോയിന്റിൽ നിന്നും നമ്മൾ 1/4 ഇഞ്ച് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അവിടേക്ക് ആദ്യം ഒരു വര വരച്ച് കൊടുക്കണം. അതായത് സ്കെയിൽ അങ്ങനെ വെച്ചിട്ട് ഒന്ന് റഫായിട്ട് വരച്ചും കൊടുക്കണം. ഓക്കെ, അതിന് ശേഷം കറക്റ്റായിട്ട് വരച്ച് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ 1/4 ഇഞ്ചിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, ആ 1/4 ഇഞ്ചിൻ്റെ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ വരച്ചു കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ സ്കെയിൽ എടുത്തിട്ട് ആ സ്കെയിൽ വെച്ച് ആ സ്കെയിൽ നമ്മൾ സെക്കൻഡ് വന്ന പോയിൻ്റ് ഉണ്ടല്ലോ, ആ സെക്കൻഡ് വന്ന പോയിന്റിൽ വെച്ചിട്ട് നമ്മുടെ ഏറ്റവും എഡ്ജ് ഭാഗത്തേക്ക് ഒരു വര വരച്ച് കൊടുക്കണം. ഇത്രേ ഉള്ളൂ കേസ്. ഇത് നമ്മൾ ഡയമണ്ടിലൊക്കെ ഓക്കെ ആയി. ഇനി നമുക്ക് അങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് 1 ഇഞ്ചിലാണ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആ ചെയ്തതുപോലെ തന്നെ 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ചിലേക്ക് ആ സ്കെയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ അങ്ങ് വരച്ചു കൊടുക്കാം. കണ്ടോ, 1/4 ഇഞ്ചിൻ്റെയും 1 ഇഞ്ചിൻ്റെയും വ്യത്യാസം വരുന്നത്. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് നമുക്ക് താഴത്തേക്ക് അങ്ങ് വരച്ചു കൊടുത്താൽ മതി. നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡിൽ കൂടെ 1 ഇഞ്ച് വീതം ഇട്ട് കൊടുക്കാം. നമ്മൾ സെക്കൻഡിൽ നിന്നാണ് ചെയ്യുന്നത്, അപ്പം ഫസ്റ്റിൽ നിന്നാണ് ചെയ്യുന്നത്. 1/4 ഇഞ്ചിൽ നിന്നാണ് ചെയ്യുന്നത്, 1 ഇഞ്ചിൽ നിന്നല്ല ചെയ്യുന്നത്. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെയാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആ 1/4 ഇഞ്ചിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. പോയിൻറ്റ്സ് ഒന്ന് ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ച് ഇത്രയേ ഉള്ളേ. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ നമ്മൾ ഇങ്ങനെയുള്ള നെക്കുകളൊക്കെ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒന്നാമത് ക്യാൻവാസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ സ്ലിപ്പായി പോകും. അതുകൊണ്ട് പിൻ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പേപ്പറിൽ പിന്നിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചെയ്തേക്കുന്നതാണ്. പേപ്പറിൽ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല, നെക്ക് നീണ്ടു പോകത്തില്ല. പക്ഷേ ക്യാൻവാസ് പേപ്പർ ആകുമ്പോഴത്തേക്കും നമുക്ക് നെക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കില്ല, ചിലപ്പോൾ സ്ലിപ്പാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ടും പിന്ന് കുത്തി വെച്ചതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ ആ മുകളിലുള്ള 1/2 ഇഞ്ച് അവിടെ നിർത്തിയിട്ട് നമുക്ക് താഴത്തേക്ക് കട്ട് ചെയ്ത് വരാം. താഴത്തെ നമ്മൾ കത്രിക നല്ലതുപോലെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അതങ്ങ് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ പരിപാടിയൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് നല്ലതുപോലെ നോക്കി കട്ട് ചെയ്യണം. നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1/4 ഇഞ്ചിലാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 1 ഇഞ്ചാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. 1 ഇഞ്ചാകുമ്പോൾ കുറച്ചും കൂടി ഒരു ലുക്ക് അവിടെ വരും. ഇനി നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നു ആ മുകളിൽ എങ്ങനെയാണ് മുകളിൽ ആ 1/2 ഇഞ്ച് നിർത്തിയേക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ഇതിങ്ങനെ നമ്മുടെ നല്ല വശം മേളിൽ വന്നിട്ട് പശയുള്ള വശം അടിയിൽ വന്നിട്ട് നമ്മൾ ഏത് തുണിയിലാണോ ആ തുണിയുടെ പുറത്ത് വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അയൺ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ മുകളിൽ 1/2 ഇഞ്ച് പീസ് കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചത്. അത് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഇതാണ് നമ്മൾ ആ മുകളിൽ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം. ഇനി നമുക്ക് ആ ഭാഗത്ത് അപ്പോൾ അതുണ്ട്, അത് 6 ഇഞ്ചുണ്ട് നെക്കിൻ്റെ അതേ അകലം 6 ഇഞ്ചുണ്ട്. നമ്മളിനി അതില്ലാതെ നമ്മൾ അതായത് എക്സ്പീരിയൻസ് ആയവർക്ക് ഇതൊരു വിഷയമല്ല കേട്ടോ. ഞാൻ തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. തുടക്കക്കാരിങ്ങനെ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാര്യം അല്ലാതെ നമ്മളിങ്ങനെ നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അയൺ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ പിൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അവിടെ അടിയിലൊന്ന് പിൻ ചെയ്ത് വെക്കട്ടെ കേട്ടോ.
ഓക്കെ, ഇനി നമുക്കത് അയൺ ചെയ്തെടുക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വലിച്ചു ഒടിച്ചിട്ടാണല്ലോ അയൺ ചെയ്യണത്. എന്നാന്ന് വെച്ചാൽ ചുരുങ്ങിപ്പോകരുതല്ലോ, പേപ്പറാണല്ലോ. പിന്നെ നല്ല ചൂടുള്ള അയൺ ബോക്സ് ആണെങ്കിൽ പെട്ടെന്ന് ചുരുങ്ങി പോകും. ഇതിപ്പോൾ 6 ഇഞ്ചുണ്ട് നെക്കിൻ്റെ അകലം. ഓക്കെ, ഇനി നമ്മളിത് അയൺ ചെയ്ത് വരുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യാവേ, തുണിയിൽ മാർക്ക് ചെയ്യാം. എവിടെയാണ് 6 ഇഞ്ച് വരുന്നത് തുണിയിൽ മാർക്ക് ചെയ്ത് കാണിച്ചാൽ. ഇനി നമ്മളത് അയൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ നെക്ക് നമ്മളിങ്ങനെ നല്ലപോലെ പിടിച്ച് തേക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ നെക്ക് കുറച്ച് ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. ബാക്കോട്ട് വലിയുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ അകലവും എന്തായി മാറും? ഒരു 1/4 ഇഞ്ചാണേലും ഒരു പോയിൻ്റ് ആണെങ്കിലും നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിലും ഡിഫറൻസ് വരും. നമ്മുടെ കഴുത്തിൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോവും. അങ്ങനെ കുറേ വേരിയേഷൻസ് വരും. കണ്ടോ, 2 ഭാഗത്തു നിന്നും 1/4 ഇഞ്ച് വെച്ച് പോകുമ്പോഴത്തേക്കും തന്നെ 1/2 ഇഞ്ചിൻ്റെ വ്യത്യാസം വന്നു. അപ്പോൾ 6 എന്നുള്ള നെക്കിൻ്റെ അകലം എന്തായി മാറി? അവിടെ 6.5 ഇഞ്ചായി മാറി. അതുകൊണ്ടാണ് ഞാൻ തുടക്കക്കാരോട് പറയുന്നത് മസ്റ്റായിട്ടും 1/2 ഇഞ്ച് മുകളിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏത് രീതിക്കാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നെക്കിൻ്റെ അകലം എന്തായി മാറി? അവിടെ 6.5 ഇഞ്ചായിട്ട് മാറിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞു തന്നത്. അങ്ങനെ ചെയ്യരുത്. 1/2 ഇഞ്ച് മേളിൽ തന്നെ നിന്നോട്ടെ, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. നമ്മൾ തുണിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ പേപ്പറിൽ ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അയൺ ചെയ്യുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റായിട്ട് അവിടെ നിന്നോളും. വേറെ പ്രത്യേകത കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും, ചോദിച്ചാൽ മതി. പിന്നെ യൂനെക്കിൻ്റെയും റൗണ്ട് നെക്കിൻ്റെയും കട്ടിങ് കാണാത്തവരൊന്ന് കയറി കാണണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ക്യാൻവാസ്. ഇത് നമ്മുടെ ചുരിദാറിനും എല്ലാം പിടിപ്പിക്കുന്ന ക്യാൻവാസ് പേപ്പറാണ്. പിന്നെ ഇത് നമ്മൾ ഷർട്ടിന് ചെയ്യുന്ന ക്യാൻവാസ്, ഷർട്ടിൻ്റെ കോളറിന് ചെയ്യുന്നത്. കണ്ടോ, കട്ടി കൂടിയ തുണിയുടെ ക്യാൻവാസ് ഇത് ചെയ്യുന്നത്. ഇതിലാണ് ഞാൻ ഷർട്ടിൻ്റെ കോളറൊക്കെ കട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ കീറിപ്പോകുന്ന ടൈപ്പല്ല, മറ്റേ നമ്മുടെ പേപ്പറാണ്. ഇത് നമുക്ക് തുണിയിൽ ചെയ്തേക്കുന്ന ക്യാൻവാസാണ്. ഇതും ഒരു വശത്ത് നമുക്ക് പ്ലെയിനായിട്ടും ഒരു വശത്ത് നല്ല പശയുള്ളതുമായിട്ടുള്ള ക്യാൻവാസ് പേപ്പറാണ്. അപ്പോൾ രണ്ടും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ചുരിദാറിനും അല്ലാതെയുള്ള നെക്കുകൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ ക്യാൻവാസാണ്, കട്ടി കുറഞ്ഞ ക്യാൻവാസാണ്. അല്ലാത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് ഷർട്ടിൻ്റെയൊക്കെ കണ്ടോ നല്ല കട്ടിയുണ്ട്, അത് തുണിയുടെയുമാണ്. ഇത് നമ്മൾ പേപ്പറിൻ്റെ ക്യാൻവാസാണ്. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ വാങ്ങുമ്പോഴായാലും നമ്മുടെ